ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് 1-2 കംപ്ലയിൻസുകൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഉണ്ട്, അതേപോലെ ബ്രേക്ക് ചെക്കപ്പ്, ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്ക് ചെയ്യണം, ഓയിൽ ചെക്ക് ചെയ്യണം, ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, അതേപോലെ തന്നെ ബാക്കിലത്തെ ടൈലേറ്റ് ഗ്ലാസ് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റണം, അതിൻ്റെ റേറ്റ് പറയണം. ആക്സിലേറ്റർ എരമ്പൽ പറയുന്നുണ്ട് ചെക്കപ്പ്, ഹാൻഡിൽ വെട്ടൽ പറഞ്ഞിട്ടുണ്ട്. കോൺസെപ്റ്റ് ഭാഗത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. അതേപോലെ ടൈം മീറ്ററിനകത്ത് ടൈം സെറ്റ് ചെയ്യണം, ഫ്ലോർ മാറ്റ് ഇടണം, ഇൻഡിക്കേറ്റർ ഫ്രണ്ടിലത്തെ മാറ്റാനുണ്ട്, മിറർ മാറ്റാനുണ്ട്, അങ്ങനെ കുറച്ച് കംപ്ലയിൻസുകൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പാർട്സുകൾ മാറ്റുന്നതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ യൂസ് ചെയ്തത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. അതിപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നന്നാണ് ഇട്ടേക്കണത്. അത് തന്നെയാണ്, അത് മാക്സിമം ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് നമുക്ക് ലൈനർ മാറ്റിയിട്ടാലാണ് അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ബ്രേക്ക് ക്യാം അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ നമുക്കതിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്, കുഴപ്പമൊന്നുമില്ല. ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്തക്ക പ്രോബ്ലം ഒന്നുമില്ല. ഈ ലൈനർ ഉപയോഗിക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ, ഈ മോഡൽ ലൈനറൊക്കെ ഇടുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഹബിന് തേയ്മാനം കൂടുതലായിരിക്കും. അതിപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ടയറായാലും ബാക്കിലത്തെ ആയാലും ഹബിന് നല്ലോണം തേയ്മാനം വന്നിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു 1 mm ഒക്കെ തേയ്മാനം എടുത്തു പോയിട്ടുണ്ട്. അത്ര പ്രോബ്ലംസാണ് ഈ ലൈനർ യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യുമ്പോൾ പറ്റണം കേട്ടോ. അപ്പോൾ തൽക്കാലം ഞാൻ ലൈനർ മാറ്റിയിട്ടേക്കാം. പിന്നീട് നമ്മളിപ്പോൾ ഇടുന്ന എല്ലാ പാർട്സും ജെനുവിൻ ഒറിജിനൽ പാർട്സുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വരുത്തിക്കുന്ന കുറേ പ്രോബ്ലംസ്. അപ്പോൾ അത് നമുക്ക് ആ രീതിയിൽ ചെയ്തേക്കാം. പിന്നെ അതേപോലെ നമുക്ക് ഗിയർ ബോക്സിൽ ഓയിൽ നിലവിലില്ല. അപ്പോൾ ആ ഓയിൽ നമുക്ക് ഫില്ല് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഗിയർ ഓയിൽ ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ലെവൽ കുറച്ചുണ്ടാവുമായിരിക്കും, പക്ഷേ ശരിക്കും നമുക്ക് 120 മില്ലി ഓയിൽ വേണം, എന്നാലാണ് കറക്റ്റ് ലൂബ്രിക്കേഷൻസ് നടക്കുള്ളൂ. അതെന്തെങ്കിലും നമുക്ക് വേണം കേട്ടോ. അപ്പോൾ നമുക്കത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്കാണ്, അതും ഡ്യൂപ്ലിക്കേറ്റാണ് നമുക്ക് കിടക്കുന്നത് കേട്ടോ. ക്ലച്ചിൻ്റെ ഭാഗം ഗ്രീസിങ്ങിനായിട്ട് അയച്ചാൽ അതൊക്കെ നമുക്ക് നിലവിൽ ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ ഓൾറെഡി ജനറൽ സർവീസിലുള്ളതാണ്, അതിന് വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഇവിടുത്തെ ഓയിൽ സീൽ ലീക്കായിട്ട് ഇവിടെ ഓയിൽ ശരിക്കും നല്ല രീതിയിൽ ലീക്കേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് ആ ഓയിൽ സീലൊന്ന് ചേഞ്ച് ചെയ്ത് തരണം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, വണ്ടി വന്നപ്പോഴുള്ള ബെൽറ്റാണ്. നിലവിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ നമുക്ക് ഉപയോഗിക്കുന്നതിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല, യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ ക്ലച്ച് യൂണിറ്റ് ആയാലും നമുക്ക് വർക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. വേരിയേറ്റർ ബോഡി ബോസ്റ്റേബിൾ ഒരു അല്പം തേമാനുണ്ട് പൊട്ടിക്ക്, പക്ഷേ അത് മാറ്റേണ്ട സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ക്ലച്ചിനകത്ത് ക്ലച്ച് ഗ്രീസിംഗ് ആണ് മെയിനായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ആ ഓയിൽ സീൽ ലീക്ക് ഉള്ളത് കൊണ്ട് ഓയിൽ സീൽ നമുക്ക് മാറ്റിയിടണം. ബെൻഡെക്സ് ഒക്കെ ആയാലും നിലവിൽ വർക്കിങ്ങിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു കവർ ഗ്യാസ്കറ്റ്, ഇതിൻ്റെ ഉള്ളിൽ റബ്ബർ ഗ്യാസ്കറ്റ് വന്നിട്ടുണ്ട് ഈ കവറിന്. അത് ലീക്കായിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് അത് ഓയിൽ ലീക്കാക്കിയാണ് ഈ കവറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ 2 ബോൾട്ടിൻ്റെ ഉള്ളിൽ 2 റബ്ബർ വന്നുണ്ട്, കവർ ഗ്യാസ്കറ്റിന് റബ്ബർ വന്നുണ്ട്. അത് രണ്ടും നമുക്ക് മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്ത് ഇടുന്നുണ്ട്. ചോക്ക് കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ആക്സിലേറ്റർ കേബിൾ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചോക്ക് കേബിൾ ഇത് വേണമെങ്കിൽ നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്തിടാം. ഈ സൈഡൊക്കെ ചിലപ്പോൾ തുരുമ്പ് തന്നെയാണ്, പക്ഷേ അത് ഇവിടെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, ഉള്ളിലേക്ക് ഓയിൽ ഇറങ്ങി ചെല്ലില്ല. അപ്പോൾ തൽക്കാലം ലൂബ്രിക്കേറ്റ് ചെയ്തിടാം കേട്ടോ. പിന്നെ ശരിക്കും വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വാഷിങ് ശരിക്കും കഴുകുമ്പോൾ എങ്ങനെ ചെയ്യണം, നമ്മൾ ഫുള്ളായിട്ട് ബോഡി ഇതേപോലെ തന്നെ അഴിച്ചിട്ട് കഴുകണം ബെറ്റർ. പക്ഷേ എൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇന്ന് നാളെ ഓഫാണ്, വാഷിംഗ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വർക്കിംഗ് ആണ്, പക്ഷേ വാട്ടർ സർവീസ് ചെയ്യാനായിട്ട് അവിടെ ഷോപ്പൊന്നും ഉണ്ടാവില്ല. നമുക്ക് വാഷിംഗ് ഇല്ല, പുറമ്പ് കൊടുത്ത് ചെയ്യേണ്ട കേസാണ്. അപ്പോൾ വാട്ടർ സർവീസ് ഇതേ രീതിയിൽ തന്നെ അഴിച്ച് ക്ലിയർ ചെയ്തിട്ട് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റന്നാളത്തേക്ക് എടുക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതായത് 16-ാം തീയതി കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വേറെ കുറച്ച് കംപ്ലയിൻസുകൾ ഫ്രണ്ടിലാണ്. ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റൊക്കെ നമുക്ക് കിടക്കുന്നത് പക്ക ഡ്യൂപ്ലിക്കേറ്റ് ബുഷ് സെറ്റ്. അപ്പോൾ അത് എന്താ പറ്റണമെന്ന് വെച്ചാൽ, ഇത് ഫുൾ ടൈറ്റിലാണ് നിൽക്കുള്ളൂ ഈ ബോൾട്ടിൻ്റെ ഭാഗം. അപ്പോൾ അങ്ങനെ വണ്ടി നമ്മൾ ആക്ഷനിൽ കിടന്ന് ഓടുന്ന സമയത്ത് ഇത് മാറ്റിയിട്ട് ഒരുപാട് അയക്കണതല്ല, പക്ഷേ ഇത് ഒറിജിനൽ ഉപയോഗിക്കാണ്ട് വന്നേക്കണ മിസ്റ്റേക്കാണെന്ന് പറയാൻ കാരണം വെച്ചാൽ, ആ ബോൾട്ട് ഇടയ്ക്ക് ലൂസായി പോകും. നമ്മൾ എങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചാൽ ലൂസായി പോകും. അത് ഓൾറെഡി ഇത് സീലിംഗ് ഉള്ള ടൈപ്പ് ബോൾട്ടൊക്കെയാണ്, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. കാരണം അത് കറക്റ്റ് പ്രസ്സിങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് വണ്ടി ആക്ഷൻ ലോഡായിട്ട് കിടന്ന് ഓടണ സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ലൂസായി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ബുഷുകൾ എന്തെങ്കിലും മാറ്റിയിടാം. ഈ സൈഡ് ഷോക്ക് കംപ്ലയിൻറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്, ഓയിൽ ലീക്കിൻ്റെ ആരംഭമാണ്. പക്ഷേ ഇപ്പോൾ നമുക്കത് മാറ്റണമെന്നില്ല. നെക്സ്റ്റ് സർവീസിൽ നമ്മൾ നോക്കിയിട്ട് കൂടുതൽ പ്രശ്നം കാണിക്കുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിക്കളയാം. പക്ഷേ ഇതിൻ്റെ ഈ ബുഷ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം കേട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ ലൈനറും ഇതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ കിടക്കണേ. ഈ ലൈനർ കിടക്കണതുകൊണ്ട് തന്നെ ഫ്രണ്ടിലും ഹബിന് ചെറിയൊരു സ്ക്രാച്ചസ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1 mm അടുത്ത് ഹബ് എടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലം അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഐറ്റം മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം. സെൽഫ് എടുക്കാത്തതിൻ്റെ പ്രശ്നം, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ
ബാറ്ററി 2022 ബാറ്ററിയാണ്. ബാറ്ററിയുടെയാണ് ആ കംപ്ലയിൻറ്റ് കേട്ടോ. വോൾട്ട് ഇപ്പം നോക്കിയ കാലം നമുക്ക് 10ലേക്ക് വന്നു. ഓടി വരുമ്പോഴത്തേക്കും കിട്ടണ പോലെയല്ല. അപ്പോൾ ഓടി വരുമ്പോൾ വണ്ടിയിൽ നിന്ന് ചാർജ് കയറും. കുറച്ച് നേരം ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ബാറ്ററി ഡൗൺ ആയി പോവാണ്. അപ്പോൾ ഞാൻ ലോഡിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും കണ്ടോ ഫുള്ള് കട്ടായി പോവാം. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് ആ കംപ്ലയിൻറ്റ് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. പിന്നെ അതിനകത്ത് ബ്രേക്ക് സ്വിച്ച് ഒരു ടൈം ലാഗ് കാണിക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലെ ആ ലിവർ ചെറിയ പ്ലേ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ചേഞ്ച് ചെയ്തിടണം. പ്ലഗ് എയർഫിൽ കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. സെക്കൻഡറി ഫിൽറ്റർ മാറ്റണം, അഴുക്കായുണ്ട്. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ ലെവൽ വളരെ കുറവാണ് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ 450 മില്ലി ഓയിലേ ഉള്ളൂ. അത്രയും ഓയിൽ കുറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓയിലൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസല്ലേ, ഒരു മാസം കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കയറ്റിയിട്ട് ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്ത് പോക്കണം കേട്ടോ. അത് വളരെ ഗൗരവത്തിലെടുക്കുക. ഒരു മാസം കഴിയുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഓയിൽ ലെവൽ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. കുറഞ്ഞ പോണ്ടി നമ്മളത് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നോക്കിയിട്ട് അത് പരിഹരിച്ച് നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഓയിൽ നമ്മൾ അറിയില്ല. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും, നമ്മൾ നല്ല രീതിയിൽ വണ്ടി യൂസ് ചെയ്യും. പക്ഷേ ഓയിൽ കറക്റ്റായിട്ട് അതിനകത്ത് ലെവൽ കുറഞ്ഞ് ഓടുമ്പോൾ തേമാനം കൂടുതൽ കാണിക്കും, പെട്ടെന്ന് ഹീറ്റാവും. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിലിൻ്റെ കത്തനേൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് പ്രശ്നം പിടിച്ച് വണ്ടി നിൽക്കുക. അതാണ് സംഭവിക്കുന്നത് കേട്ടോ. അതൊന്ന് ഗൗരവത്തിലെടുക്കുക. ഓയിൽ ലെവൽ ചെക്ക് ചെയ്യണ മറക്കരുത്. ഒരു മാസത്തിനുള്ളിൽ എന്തെങ്കിലും നോക്കിക്കോളാം. ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ അതൊന്ന് ഓർമ്മയിൽ വെച്ചിട്ട് ചെയ്തോളാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഏകദേശം ഒരു സർവീസിന് കയറ്റിയപ്പോൾ ഉള്ളൊരു റിപ്പോർട്ട്. ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഇപ്പോൾ നമ്മൾ പറഞ്ഞേക്കണ പാർട്സുകളുമായാലും ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നാളെയും കഴിഞ്ഞ് മറ്റന്നാളത്തേക്കാണ് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സർവീസ് വാഷിങ് ഒഴിവാക്കിയിട്ടാണെങ്കിൽ നാളെ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഓക്കെ.